ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയോധ്യ നഗരിയിലെ ക്ഷേത്ര വിശേഷങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. രാം മന്ദിർ സന്ദർശിക്കുന്നതിന് മുൻപായിട്ട് അവിടുത്തെ ചില ക്ഷേത്രങ്ങളും ചില സ്ഥലങ്ങളും ഒക്കെ സന്ദർശിച്ചിട്ട് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളിന്ന് എത്തിയിരിക്കുന്നത് ശ്രീരാം മന്ദിറിൻ്റെ നിർമ്മിതികൾ നടന്ന വർക്ക്ഷോപ്പ് അതിവിടെയായിരുന്നു. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് രാം മന്ദിർ സ്ഥിതി ചെയ്യുന്നത്, സരയൂ നദീതീരത്ത്. ഞങ്ങളവിടെ എത്തിയത് ഹോളി ആഘോഷിക്കുന്നതിനിടയിലായിരുന്നു. ഞങ്ങൾക്കുള്ള മലയാളി ഗൈഡിൻ്റെ കൂടെ അവിടെ നിന്നുള്ള ഒരു ഗൈഡിനെയും കിട്ടി. ഹോളിയുടെ നിറങ്ങളിലൊക്കെ മുങ്ങിയ ഒരു ഗൈഡ് തന്നെയായിരുന്നു. രാം മന്ദിർ നിർമ്മിക്കുന്നതിനുള്ള മാർബിളും ഒക്കെ ഇവിടെ എത്തിച്ചിട്ട് ഇവിടെ നിന്നും ഓരോന്നും ഡിസൈൻ ചെയ്തൊക്കെയാണ് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നത്. രാം മന്ദിറിൻ്റെ പൂർത്തീകരണത്തിനുള്ള വർക്കുകൾ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 90% പണികളും രാം മന്ദിറിൻ്റെ പൂർത്തിയായിട്ടുണ്ടെന്നും ഇനി 10% മാത്രമാണ് ബാക്കി വർക്കുകളുള്ളതെന്നും ഒക്കെ ആ ഗൈഡ് പറഞ്ഞു തന്നു. രാജസ്ഥാനിൽ നിന്നും ജോധ്പൂരിൽ നിന്നും ഒക്കെ കൊണ്ടുവന്ന മാർബിളുകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇപ്പോഴും ഇവിടെ ചില വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ച മണ്ണ് രാം മന്ദിറിൻ്റെ അടിത്തറയ്ക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. ടാറ്റയും ബിർളയും ഗവൺമെൻറ്റും ഒന്നും തന്ന ധനവും കൊണ്ടല്ല, ഭക്തരുടെ ധനവും അധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് രാം മന്ദിർ പൂർത്തീകരണം ഇത്ര വേഗത്തിലാക്കിയതെന്നും ആ ഗൈഡ് പറഞ്ഞു. രാം മന്ദിറിൻ്റെ പൂർത്തീകരണത്തോടെ അയോധ്യ നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അനേകം കോടി ജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. യു.പിയുടെ ടൂറിസം മേഖല അത്ര കണ്ട് വളർന്നിട്ടുണ്ട്. അയോധ്യ നഗരി ക്ഷേത്ര നഗരി എന്ന് തന്നെ പറയാം. നല്ല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നടക്കുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്ഷേത്രമണി ഇവിടെ കണ്ടു. അത് 613 കിലോഗ്രാമിൽ പണിതീർത്ത ഒരു മണിയാണ്. അത് രാം മന്ദിറിൽ സ്ഥാപിക്കുന്നതിനായിട്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിന്നും എത്തിച്ചതാണ്. ഇവിടെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുക്കുന്നതിന് വലിയ തടസ്സമില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ പോയത് വസിഷ്ഠ മുനിയുടെ കാർമ്മികത്വത്തിൽ പട്ടാഭിഷേകം നടന്ന സ്ഥലം, ലങ്കയിൽ നിന്നും തിരികെ വന്ന ശേഷം സീതയും ശ്രീരാമനും താമസിച്ച സ്ഥലം, ഇതിനോട് ചേർന്ന് തന്നെയാണ് സീതാദേവിയുടെ അടുക്കളയെന്ന് പറയുന്നതിൻ്റെ ഒരു സ്ഥാനം. ഈ അടുക്കളയിലേക്ക് ഞങ്ങൾ പോയി. ശരിക്കും പറയുന്നത് കാശിയിലെ അന്നപൂർണ ദേവിയെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും ഇവിടെ എപ്പോഴും അന്നദാനം നടക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്തും അവിടെ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് സീതയും ശ്രീരാമനും താമസിച്ചിരുന്ന സ്ഥലം, ഇതൊക്കെ നമ്മൾ പുരാണ കഥകളിലൊക്കെ കേട്ടതും അറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നേരിൽ കാണുന്ന ഒരു അനുഭവം പോലെയാണ് തോന്നിയത്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രാരാധന പോലെയല്ല. അതുപോലെ വിഗ്രഹങ്ങളാണെങ്കിലും ഒക്കെ വളരെ അലങ്കൃതമായിട്ട് സർവാഭരണ വിഭൂഷിതരായിട്ടാണ് നമുക്ക് ശ്രീരാമനെയും സീതയും ഒക്കെ ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രാം മന്ദിർ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.